മാവോയിസ്റ്റ് ബന്ധം ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിലെടുത്ത നദീറിനെതിരെ തെളിവുകളില്ല, അതിനാലാണ് വിട്ടയച്ചതെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം കമൽ സിക്കെതിരെ ഉയർന്നുവന്ന UAPA അതിനും അത് നിലനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? അഞ്ജു, കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലുള്ള വളരെ അതിശക്തമായ ആക്രമണമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നത്. പോലീസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി DGP ലോക്നാഥ് ബെഹ്റ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇവിടെ നദീറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2016 മാർച്ച് 6-നാണ്. അന്നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഈ കേസിൽ നദീറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കൊല്ലത്തെ നോവലിസ്റ്റായ കമൽ സി ചവറയെ കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിലും IPC 124A ചേർത്താൽ നിലനിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പരാതി ഉണ്ടായ ഘട്ടത്തിൽ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരായുക മാത്രമാണ് ചെയ്തത്. 2 കൂട്ടിൽ നിന്നും കാര്യങ്ങൾ ആരായ ശേഷം അവരെ വിട്ടയച്ചു അല്ലെങ്കിൽ വിട്ടയക്കും എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവൻ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു എടുത്തുചാട്ടം അതാണോ ഇത്തരത്തിൽ പോലീസിനെതിരെ പഴി കേൾപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്? സംസ്ഥാന പോലീസ് മേധാവി അത്തരത്തിൽ പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. കാരണം പോലീസ് കുറെ കൂടി അവധാനതയോടുകൂടി ഈ കാര്യത്തെ സമീപിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. ഒന്ന്, IPC 124A ചേർക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ ഉറപ്പുള്ള ഒരു വിഷയത്തിൽ പാതിരാത്രിയിൽ ഇത്തരത്തിൽ കടന്നു കയറി പിടിച്ചുകൊണ്ടു പോകേണ്ടതാവുന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു എന്ന് തന്നെ അദ്ദേഹം അത് കൃത്യമായി അദ്ദേഹത്തിന്റെ വാക്കുകളായി അതങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും അത് നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ അദ്ദേഹത്തിന്റെ കീഴ്ത്തട്ടിലെ പോലീസ് ഓഫീസർമാർ ചെയ്തിരിക്കുന്ന കൃത്യത്തെ അദ്ദേഹം തള്ളിപ്പറയുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന വിമർശനങ്ങൾ സംബന്ധിച്ചുള്ള അവരുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്ത് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും ഗർഭിണിയായ യുവതിയെയും ആക്രമിച്ച സംഭവത്തിൽ ഉടനടി പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എൻക്വയറി നടക്കുകയാണ്. ഈ എൻക്വയറിയുടെ ഭാഗമായി എൻക്വയറി നടന്നതിന് ശേഷം ഈ കാര്യത്തിൽ സത്വരമായ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ വ്യക്തമായ ഒരു നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അഞ്ജു, എറണാകുളം സംഭവത്തിൽ പോലീസുകാർക്കെതിരെ വ്യക്തമായ നടപടി ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞു. എന്നാൽ മറ്റ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. മാവോയിസ്റ്റ് ബന്ധം ഉയർത്തിക്കാട്ടി അറസ്റ്റ് ചെയ്ത നദീറിനെതിരെ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിട്ടയക്കുകയായിരുന്നു എന്ന് DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം കമൽ സിക്കെതിരെ UAPA നിലനിൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്.